ഹലോ. അപ്പം കുറെ ദിവസമായി നമ്മളെ കണ്ടിട്ട് മംസ് ഇങ്ങനെ കൂടി സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥയായിട്ടുണ്ടായിരുന്നു. ആ അപ്പോൾ നമുക്കിനി ഒരു മാസം കൂടി ഉള്ളൂ പരീക്ഷയ്ക്ക്. മാക്സിമം വേഗം ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്ത് തീർക്കാനായിട്ട് ശ്രമിക്കാം. നോട്ടുകളും വേഗം തരാനായിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ അടുത്ത മൊഡ്യൂളിലേക്ക് കടക്കുകയാണ്, ഗ്രാസ് റൂട്ട് ലെവൽ ഡെവലപ്മെന്റ്. അതിൽ ആദ്യത്തെ ടോപ്പിക് എന്താണ്? സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്നുള്ളതാണ്, സുസ്ഥിര വികസനം. അപ്പൊ നിങ്ങൾക്ക് അത് കേൾക്കുമ്പോൾ തന്നെ പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ട എന്തോ ഒരു സാധനമാണെന്നാണ് നിങ്ങളുടെ മനസ്സിലുള്ളത്, അല്ലെ? ശരിയാണ്. അതായത് നമ്മൾ കേൾക്കാറുള്ളത് എന്താണ്? ഇപ്പോ നമ്മളുടെ കാര്യങ്ങൾ നടക്കണം, പക്ഷെ നാളത്തെ ജനറേഷനും അതിനനുസരിച്ച് സാധനങ്ങൾ ഉപയോഗിക്കാൻ വേണം. നമ്മളിപ്പോ ഒരുപാട് ഫോസിൽ ഇന്ധനം മുഴുവൻ ഉപയോഗിച്ച് തീർക്കുക. അപ്പോൾ നാളത്തെ ജനറേഷൻ അത് ഉണ്ടാവില്ല. അതുപോലെ തന്നെ നമ്മൾ മുഴുവൻ മരങ്ങളും വെട്ടി തീർക്കുക. അപ്പൊ നാളത്തെ ജനറേഷന് മരങ്ങൾ ഉണ്ടാവില്ല, കാലാവസ്ഥാ പ്രശ്നങ്ങൾ വരും, നാളേക്ക് പ്രശ്നങ്ങൾ വരും. ഓക്കെ, ഇങ്ങനെ ഒരു കാര്യമാണ് നിങ്ങളുടെ മനസ്സിലുള്ളത്. അത് ശരി തന്നെയാണ്. അതായത് ഇന്നിന്റെ ആവശ്യങ്ങള് നാളെയുടെ ആവശ്യങ്ങള് കോംപ്രമൈസ് ചെയ്യാതെ നടക്കണം. അതാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. പക്ഷെ പരിസ്ഥിതിയുമായിട്ട് മാത്രം ബന്ധപ്പെട്ട ഒരു കാര്യമല്ല, സോഷ്യൽ ആയിട്ടുള്ള കുറെ ആസ്പെക്ട്സും കൂടി ഉണ്ട്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, കുറെ കാലം മുമ്പ് എന്ന് പറയുമ്പോൾ ഭയങ്കര പട്ടിണിയും പരിവട്ടമാണ്. ലോകത്ത് മുഴുവനായിട്ടും ഇത്രയ്ക്കധികം ടെക്നോളജിയും കാര്യങ്ങളൊന്നും ഇല്ല, ഇത്രയ്ക്ക് ഫുഡ് ഗ്രെയിൻസ് ഉൽപ്പാദിപ്പിച്ചിരുന്നില്ല. ഇൻഡസ്ട്രിയൽ റവല്യൂഷന്റെ ഒക്കെ സമയത്ത് ആലോചിക്കുക, അപ്പോഴൊക്കെ മാക്സിമം സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളതായിരുന്നു. അപ്പോഴൊന്നും പരിസ്ഥിതിനെ പറ്റിയുള്ള ചിന്താഗതി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി പുതിയ ചിന്താഗതിയാണ്. പണ്ടൊക്കെ ഏറ്റവും നന്നായിട്ട്, പണ്ട് പരിസ്ഥിതി ഇഷ്ടം പോലെ ഉണ്ട്, അപ്പൊ പരിസ്ഥിതി ഇല്ലായ്മനെ പറ്റി ആരും ചിന്തിക്കാറില്ല. കാരണം എന്താ? ഉള്ള സാധനത്തിനെ പറ്റി നമ്മൾ ആലോചിക്കുവോ? ഇല്ലല്ലോ. അപ്പൊ പരിസ്ഥിതിനെ പറ്റിയൊന്നും ആരും ആലോചിക്കാറില്ല. വിഭവങ്ങൾ എത്ര വേണമെങ്കിലും ഉപയോഗിക്കാം എന്ന്. അതുപോലെ തന്നെ ലോകത്തിന്റെ ജനസംഖ്യ കുറവായിരുന്നു, അങ്ങനെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ഈ ഇങ്ങനെ നമ്മൾ പലതരത്തിലുള്ള പ്രൊഡക്ട്സ് ഉണ്ടാക്കുന്നു, നമ്മുടെ ജീവിത രീതികൾ മെച്ചപ്പെടുത്താൻ വേണ്ടി നോക്കുമ്പോൾ നമ്മൾ ഒപ്പം പ്രകൃതിയെയും വിഭവങ്ങളെയും ചൂഷണം ചെയ്യുന്നു എന്നുള്ള ചിന്തയൊക്കെ വന്നു തുടങ്ങിയിട്ട് അധികം കാലമൊന്നും ആയിട്ടില്ല. നമ്മൾ പഠിക്കാറുണ്ട് ഒരു റേച്ചൽ കാൾസന്റെ സൈലന്റ് സ്പ്രിംഗ് എന്ന പുസ്തകത്തിനെ പറ്റിയിട്ട്. PSC LDC LGS ലെവൽ മുതൽ പഠിക്കുന്ന സാധനമാണ്, അല്ലെ? അപ്പൊ അതെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല്, അമേരിക്കയില് DDT ഒരുപാട് ഉപയോഗിക്കുമായിരുന്നു ഈ കൊതുക് പോലെയുള്ള ജീവികളെ കൊല്ലുവാൻ വേണ്ടിയിട്ട്. അപ്പൊ എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, അത് വെള്ളത്തിൽ കലരുക, അതുപോലെ തന്നെ ആളുകൾക്ക് പ്രശ്നം വരിക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്ന് റേച്ചൽ കാൾസന്റെ നിശബ്ദ വസന്തം എന്നുള്ള സൈലന്റ് സ്പ്രിംഗ് എന്ന് പറഞ്ഞുള്ള പുസ്തകം വന്നപ്പോ അത് വലിയ ചർച്ചയായി തീരുന്നുണ്ട്. ഓക്കെ, അതാണ് വൺ ഓഫ് ദി ഫസ്റ്റ് തിങ്സ് അബൌട്ട് ഈ ഒരു പരിസ്ഥിതി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, ദെൻ എന്താ സംഭവിക്കണേന്ന് പറഞ്ഞു കഴിഞ്ഞാല്, 1987 നമ്മളിപ്പോ പറയുന്ന ഡെഫിനേഷൻ ഉണ്ടല്ലോ, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിനെ പറ്റിയിട്ട്. ഡെവലപ്മെന്റ് ദാറ്റ് മീറ്റ്സ് ദ നീഡ്സ് ഓഫ് ദ പ്രസന്റ് വിത്തൗട്ട് കോംപ്രമൈസിങ് ദ എബിലിറ്റി ഓഫ് ഫ്യൂച്ചർ ജനറേഷൻസ് ടു മീറ്റ് ദെയർ ഓൺ നീഡ്സ്. നമ്മൾ എല്ലായിടത്തും കണ്ടുവരുന്ന ഈ ഒരു ഡെഫിനിഷനെ പറ്റി കൊണ്ടുവരുന്നത് ബ്രട്ട്ലാൻഡ് കമ്മീഷൻ ആണ്. ഓക്കെ, ബ്രട്ട്ലാൻഡ് കമ്മീഷൻ ഒരു റിപ്പോർട്ട് സമർപ്പിക്കുന്നുണ്ട്, അവർ കോമൺ ഫ്യൂച്ചർ. ഓക്കെ, അവർ കോമൺ ഫ്യൂച്ചർ എന്ന് പറയുന്നത് നിങ്ങൾ പ്രത്യേകം ഓർത്തു വെച്ചിരിക്കണം. അവർ കോമൺ ഫ്യൂച്ചർ എന്ന് പറയുന്ന റിപ്പോർട്ടിലാണ് ഈ ഒരു ഡെഫിനിഷൻ വരുന്നത്. അതിൽ അവർ സമർത്ഥിക്കുന്നുണ്ട്, നമുക്ക് എക്കണോമിക് ഡെവലപ്മെന്റ് വേണം, പക്ഷെ അതിന്റെ ഒപ്പം തന്നെ എൻവയറമെന്റൽ ആയിട്ടുള്ള സ്റ്റെബിലിറ്റിയും വേണം എന്നുള്ള കാര്യം. പിന്നീട് ലോകത്ത് പലതരത്തില് ഇപ്പൊ നമ്മൾ ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം, നമ്മൾ കറണ്ട് അഫയർ പഠിക്കുമ്പോൾ ഭ്രാന്ത് പിടിക്കും, അല്ലെ? എന്താണ്, പലതരത്തിലുള്ള പരിസ്ഥിതി സമ്മേളനങ്ങൾ നടക്കുന്നു, കാലാവസ്ഥ ഉച്ചകോടികൾ നടക്കുന്നു, അല്ലെ? അങ്ങനെ ഒരു 1000 സംഭവങ്ങൾ നടക്കുന്നുണ്ട്. അതിനു മുമ്പ് അത്ര വലിയ ശ്രദ്ധയൊന്നും ഈ ഒരു ഏരിയയിൽ കിട്ടിയിട്ടില്ല. മനസ്സിലായോ? ഇപ്പൊ എന്താണ്, ഇപ്പോ UN ഒക്കെ ഇടപെട്ട് നമുക്ക് ഒരു എന്താണ് 2030 കൂടി കുറെ കാര്യങ്ങൾ അച്ചീവ് ചെയ്യണം. അജണ്ട 30 എന്ന് പറഞ്ഞിട്ടുള്ള സംഭവമൊക്കെ വരുന്നുണ്ട്. അതിലൊരു സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് കുറെ പോയിന്റുകൾ ഉണ്ട്. അത് നമ്മൾ ഇപ്പൊ ഈവൻ നമ്മൾ LSGD കാര്യം പഠിക്കുമ്പോൾ അതിലെ വികസന കാര്യങ്ങളൊക്കെ നമ്മൾ കിലർ ഡോക്യുമെന്റുകളൊക്കെ പലതും കാണുമ്പോൾ മനസ്സിലാവും. നമ്മൾ ഈ SDG ഗോൾസ് എന്ന് പറഞ്ഞിട്ടുള്ളത്, SDG എന്ന് പറഞ്ഞിട്ടുള്ളത്, അത് നമ്മൾ ഓരോ ഏറ്റവും ചെറിയ പഞ്ചായത്ത് ലെവലിലുള്ള ഗവൺമെന്റുകൾ പോലും അവരുടെ വികസന പ്ലാനുകൾ തയ്യാറാക്കുമ്പോൾ ഇത്തരത്തില് ഇതിനെ പറ്റിയിട്ടൊക്കെ ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് വിലയിരുത്താറുണ്ട്, അതിൽ ഉൾക്കൊള്ളിക്കാറുണ്ട് കേട്ടോ. അവരിത് കോട്ട് ചെയ്യാറുണ്ട് എല്ലായ്പ്പോഴും. അപ്പം ലോകം മുഴുവൻ
ഈ അത് പഠിക്കണം. ആ ഒരു 17 ഗോൾസ് നേടാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ. അപ്പോ ഈ ബ്രട്ട്ലാൻഡ് കമ്മീഷന്റെ ആ ഒരു കോമൺ ഫ്യൂച്ചർ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു റിപ്പോർട്ടിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഡെവലപ്മെന്റ് ദാറ്റ് മീറ്റ്സ് ദ നീഡ്സ് ഓഫ് പ്രസന്റ് വിത്തൗട്ട് കോംപ്രമൈസിങ് ദ എബിലിറ്റി ഓഫ് ഫ്യൂച്ചർ ജനറേഷൻ ടു മീറ്റ് ദർ ഓൺ നീഡ്സ് എന്നുള്ള ഡെഫിനിഷൻ ഒക്കെ വരുന്നത്. ഓക്കെ. അത് അതിന്റെ എന്താണ് കീ എലമെന്റ് എന്ന് പറയുന്നത് തന്നെ അതെന്താണ് നമ്മളുടെ ഇപ്പോഴുള്ള എക്കണോമിക് ആയിട്ടുള്ള അഡ്വാൻസ്മെന്റുകൾ എല്ലാം നടക്കണം. ഒപ്പം തന്നെ പരിസ്ഥിതിനെ ഒരുപാടായിട്ട് എന്ത് ചെയ്യാൻ പാടില്ല, ചൂഷണം ചെയ്യാൻ പാടില്ല. എൻവയറമെന്റൽ ആയിട്ടുള്ള സ്റ്റെബിലിറ്റിയും കൂടി വേണം. അപ്പം ഈ ഒരു റിപ്പോർട്ട് ശ്രമിച്ചിരിക്കുന്നത് നമ്മൾ എന്തൊക്കെ തരത്തിലുള്ള എൻവയറമെന്റൽ ആയിട്ടുള്ള പോളിസീസ് നടപ്പിലാക്കണം എന്നുള്ളതാണ്. ഓക്കെ. അപ്പോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ 20th സെഞ്ചുറിക്ക് മുമ്പുള്ള സ്കോളേഴ്സ് ഒക്കെ വിചാരിച്ചുകൊണ്ടിരുന്നത് എന്താണ് നമുക്ക് ഈ ഒരു എൻവയറമെന്റൽ സ്റ്റെബിലിറ്റിനെ പറ്റിയിട്ടൊന്നും അത്ര വലിയ കാര്യമായിട്ട് ചിന്തിക്കേണ്ട ആവശ്യമില്ല. നമ്മൾക്ക് എന്താണ് എക്കണോമിക് ഡെവലപ്മെന്റ് ഉണ്ടാവുമ്പോൾ എൻവയറമെന്റൽ സസ്റ്റൈനബിലിറ്റി ഒക്കെ നഷ്ടപ്പെടും എന്നാണ്. പക്ഷെ ഇപ്പൊ പുതിയ ചിന്താഗതികൾ അനുസരിച്ചിട്ട് സുസ്ഥിര വികസനം, അതായത് രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകാനായിട്ട് സാധിക്കും, അത്തരത്തിലുള്ള ഫ്രെയിംവർക്കുകൾ കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളതാണ് ചിന്താഗതി. അപ്പം എക്കണോമിക് സസ്റ്റൈനബിലിറ്റിക്ക് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതായത് ഇപ്പം പ്ലാച്ചിമടൊക്കെ സംഭവം അറിയാലോ. പ്ലാച്ചിമടയിൽ ഒരു കൊക്കക്കോള ഫാക്ടറി ഉണ്ടായിരുന്നു. അപ്പൊ അവരുടെ കയ്യിൽ നിന്ന് നമ്മൾ ടാക്സ് ഒക്കെ ഈടാക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ശരിക്കും എന്തിനുള്ള ടാക്സ് ഒക്കെ ഈടാക്കുന്നത്? അവരുപയോഗിക്കുന്ന വെള്ളത്തിനുള്ള ടാക്സ് ഈടാക്കുന്നു, അവരുപയോഗിക്കുന്ന എന്താണ് ലാൻഡിനുള്ള ടാക്സ് ഈടാക്കുന്നു, ഇത്ര കാര്യങ്ങളൊക്കെ ഈടാക്കുന്നുണ്ട്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഇത് മാത്രമാണോ അവർ ഈടാക്കുന്നത്? അല്ല. അവർ ഇതിന്റെ ഒപ്പം കുറെ ഡാമേജും കൂടി ഉണ്ടാക്കുന്നുണ്ട്. ഒരുപാട് വേസ്റ്റ് തള്ളുന്നുണ്ട്, ഒരുപാട് പലതരത്തിലുള്ള വായുമലിനീകരണവും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഭൂഗർഭജലം ഒരുപാട് ഊറ്റിക്കൊണ്ടുപോയി അവിടെ വലിയ വലിയ രൂപത്തിലുള്ള സാമൂഹിക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് അവർ ഉൽപ്പാദിപ്പിക്കുന്ന പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഇതെല്ലാം കൂടി ചേർന്നതാണ്. മനസ്സിലായോ? അപ്പൊ നമ്മൾ ഈടാക്കുന്ന ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമുക്ക് തരുന്ന ബുദ്ധിമുട്ട്, നമ്മൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിൽ കേരളത്തിന് മാത്രമല്ല ഭൂമിക്കും നേച്ചറിനും ഉണ്ടാക്കുന്ന തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് അത്രമുള്ളത് അതില്ല. ഓക്കെ. അത്രയും നമ്മൾ അവരുടെ കയ്യിൽ നിന്ന് ഈടാക്കുന്നില്ല. സോ ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരിൽ നിന്നും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഒരു പിഗോവിയൻ ടാക്സ് എന്ന് പറഞ്ഞിട്ടൊരു ടാക്സ് ഈടാക്കുന്നുണ്ട്. നമ്മൾ ടാക്സ് പഠിക്കുമ്പോ ഒക്കെ പഠിക്കുന്ന സാധനമാണ്. അത് വന്നതിനെ പറ്റി പറയാം. അതായത് ഈ മുമ്പത്തെ തിയറിസ്റ്റുകൾ എൻവയറമെന്റൽ ആയിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുക, അതിന് പ്രോഫിറ്റബിലിറ്റിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ അതിനനുസരിച്ചിട്ട് ചാർജ് ചെയ്യണമെന്നുള്ള ഒരു തിയറികൾ കുറെ ഉണ്ട്. അതുപോലത്തെ ഒരു സംഭവമാണ് ഈ പിഗ്ഗോന്റെ കോൺട്രിബ്യൂഷൻ ആണ് കേട്ടോ. അപ്പൊ പുള്ളി ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്നു, എക്സ്റ്റേർണാലിറ്റീസ് എന്ന് പറയും. അതായത് ഇപ്പൊ ഒരു ഗുഡ് ഉണ്ടാക്കുന്നു, ഒരു ഗുഡ് എന്തെങ്കിലും ആയിക്കോട്ടെ, ഇപ്പൊ കൊക്കക്കോള എന്ന് പറഞ്ഞ ഗുഡ് ഉണ്ടാക്കുമ്പോൾ അതിന്റെ ഒപ്പം തന്നെ പല പല പ്രശ്നങ്ങളും ഉണ്ടാവും. എന്താണ്? മലിനീകരണം ഒരു എക്സ്റ്റേർണാലിറ്റിയാണ്. അതുപോലെ തന്നെ എന്താണ് ഭൂഗർഭജലം കൂടുതൽ ഉപയോഗിക്കുന്നത് ഒരു എക്സ്റ്റേർണാലിറ്റി ആണ്. ഓക്കെ. ഇതൊക്കെ നെഗറ്റീവ് എക്സ്റ്റേർണാലിറ്റി ആണ്. പോസിറ്റീവ് ആയിട്ടുള്ള എക്സ്റ്റേർണാലിറ്റി ഉണ്ട്. ഇപ്പൊ നമ്മള് ഓർഗാനിക് ഫാമിംഗ് ചെയ്യുന്നു. ഓർഗാനിക് ഫാമിംഗ് ചെയ്യുമ്പോൾ എന്താണ്? അതിന്റെ ഒപ്പം തന്നെ കൂടുതൽ നമുക്ക് പ്രൊഡക്ട്സ് കിട്ടുന്നതിന്റെ ഒപ്പം തന്നെ ആ മണ്ണ് വളക്കൂറുള്ളതാവുന്നു. പിന്നെ പലതരത്തിലുള്ള ജീവികൾക്ക് ആവാസ വ്യവസ്ഥ കിട്ടുന്നു. അതൊക്കെ എന്താ എക്സ്റ്റേർണാലിറ്റി തന്നെയാണ്, പക്ഷെ അത് പോസിറ്റീവ് ആണ്. ഓക്കെ. അപ്പം ഇങ്ങനെ നെഗറ്റീവ് ആയിട്ടുള്ള എക്സ്റ്റേർണാലിറ്റീസ് ഉണ്ടല്ലോ, അതിനെ നമ്മൾ സോഷ്യൽ കോസ്റ്റ് എന്ന് കൂടി പറയാലോ. അതായത് നമ്മൾ സോഷ്യൽ കോസ്റ്റ് അത്തരം കാര്യങ്ങളും കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് നെഗറ്റീവ് എക്സ്റ്റേർണാലിറ്റീസിനെ ചാർജ് ചെയ്യുന്ന ടാക്സ് ഉണ്ടാക്കുന്ന ഒരു പരിപാടി, അതിനെയാണ് നമ്മൾ പിഗോവിയൻ ടാക്സ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ പിഗോ പ്രപ്പോസ് ചെയ്ത ടാക്സ് ആയതുകൊണ്ടാണ് അതിനെ പിഗോവിയൻ ടാക്സ് എന്ന് പറയുന്നത്. മനസ്സിലായ? അത് പല സ്ഥലങ്ങളിലും ഉണ്ട്. ഓക്കെ. ഇത് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചേക്കാം. അപ്പൊ ഇങ്ങനെ പിഗോവിയൻ ടാക്സ് ഈടാക്കുമ്പോൾ എന്താണ് അവരെന്താ ചെയ്യുക? ആ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന കമ്പനി എന്ത് ചെയ്യും? അവര് ലൈക്ക് ആ ഒരു ഒറ്റ സെക്കൻഡ്. അപ്പൊ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന കമ്പനി എന്ത് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാല് ആ ഒരു ലൈക്ക്
ആ ഒരു ടാക്സ് നമുക്കിപ്പോ ഒരു ടാക്സ് ഈടാക്കുമല്ലേ, അതിന് എതിരെ ആ ഒരു പ്രശ്നം പരിഹരിക്കാനായിട്ട് ശ്രമിക്കും. ഓക്കെ. ആ, പിന്നെ വേറൊരു ഒരു തിയറി ഉണ്ട്. ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ എൻവയറമെന്റിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. പോർട്ടർ ആൻഡ് വാണ്ടർ ലിൻഡേസ് തിയറി ഉണ്ട്. അതായത് ഈ പൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, പൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഎഫിഷ്യന്റ് റിസോഴ്സ് യൂസ് ആണ്. അതായത് നിങ്ങള് ഒരുപാട് മലിനജലം ഒരു ഒരു പുഴയിലേക്ക് തള്ളുന്നു. അതിന്റെ അർത്ഥം എന്താ? നിങ്ങൾക്ക് ആ ജലം വേണമെന്നുണ്ടെങ്കിൽ ശുദ്ധീകരിച്ച് വേറെ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുകയോ, അല്ലെങ്കിൽ ആ റിസോഴ്സ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ജലം നമുക്ക് ചെടികൾ നനയ്ക്കാൻ ഉപയോഗിക്കുക, അങ്ങനെയൊക്കെ ചെയ്യാം. അപ്പൊ പൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇനഫിഷ്യന്റ് റിസോഴ്സ് യൂസ് എന്നുള്ള സംഭവമാണ്. അപ്പൊ അതിന് വേണ്ടി ഒരു വിൻ വിൻ ഓപ്പർച്യൂണിറ്റീസ് എന്താണ്? റെഡ്യൂസിങ് പൊല്യൂഷൻ ത്രൂ ഇംപ്രൂവ്ഡ് പ്രൊഡക്ഷൻ പ്രോസസ് ബെനഫിറ്റ്സ് ബോത്ത് എൻവയറമെന്റ് ആൻഡ് ഇക്കണോമി. ഓക്കെ. അപ്പൊ വിൻ വിൻ ഓപ്പർച്യൂണിറ്റീസ് ആണ്. ഇനി പോർട്ടർ ഹൈപ്പോത്തിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അപ്പൊ നമ്മൾ പൊല്യൂഷൻ ഉണ്ടാക്കുന്ന സാധനങ്ങൾ എന്ത് ചെയ്യുക? നന്നായിട്ട് ഉപയോഗിക്കുക എന്നാണ് പുള്ളി പറയുന്നത്. അപ്പൊ പോർട്ടറിന്റെ ഹൈപ്പോത്തിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇന്നോവേഷൻ ഡ്രിവൺ ബൈ സ്ട്രിക്റ്റ് എൻവയറമെന്റൽ റെഗുലേഷൻസ് ക്യാൻ എൻഹാൻസ് കോമ്പറ്റീവ്നെസ് ബൈ റെഡ്യൂസിങ് വേസ്റ്റ് ആൻഡ് ഇൻട്രൊഡ്യൂസിങ് ന്യൂ ടെക്നോളജീസ്. അപ്പൊ ഇങ്ങനെ ഉണ്ടാവുന്ന വേസ്റ്റ് ഒക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പുതിയ ടെക്നോളജീസ് ഒക്കെ വരും. അപ്പൊ ഇത്തരത്തിൽ വേസ്റ്റിനെ റെഗുലേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പുതിയ ടെക്നോളജീസ് വരും. അപ്പൊ അത് ആക്ച്വലി ഹ്യൂമൻസിന് നല്ലതാണ്. അപ്പൊ അതുപോലെ തന്നെ അങ്ങനെ ഒരു വിൻ വിൻ ഇതിൽ പോണം എന്നുള്ളത്. അപ്പൊ കൂടുതൽ റിസോഴ്സുകൾ ഉപയോഗിക്കാനായിട്ട് എല്ലാവരും തയ്യാറാവും. ഓക്കെ. അപ്പൊ ഇങ്ങനെ ഈ പോർട്ടറുടെ ഹൈപ്പോത്തിസിസ് വെച്ചിട്ട് കുറെ പോളിസീസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതൊക്കെ കുറച്ചും കൂടി ബിസിനസ് ഫ്രണ്ട്ലി ആണ്. ബിക്കോസ് ഈ എക്സ്ട്രാ വരുന്ന കാര്യങ്ങൾ, വേസ്റ്റ് എന്ന് പറഞ്ഞ സാധനം കൂടി കൂടുതൽ ഉപയോഗിക്കുമ്പോഴേക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതും എന്താണ് ഒരു പ്രൊഡക്ഷന്റെ ഭാഗം തന്നെ ആവുകയാണല്ലോ വേസ്റ്റ് മാനേജ്മെന്റ് വരുമ്പോൾ. അപ്പം അത് കുറച്ചും കൂടി നല്ലൊരു അതായത് ഇപ്പൊ പിഗോവിയ ടാക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾ മലിനീകരണം ഉണ്ടാക്കുന്നു, ഞങ്ങൾ കാശ് വാങ്ങിക്കുന്നു. മറ്റേതിൽ എങ്ങനെയാണ്? നിങ്ങൾ വേസ്റ്റ് ഉണ്ടാക്കുന്നത് കുറയ്ക്കുക, അത് റിസോഴ്സ് ആക്കിയിട്ട് അത് കൂടുതൽ യൂസ്ഫുൾ ആക്കി മാറ്റുക എന്നാണ് പറയുന്നത്. അത് കുറച്ചും കൂടി നല്ലൊരു അപ്രോച്ച് ആയിട്ടാണ് പറയാറുള്ളത്. ഓക്കെ. അപ്പം അങ്ങനെ പല രൂപത്തില് എൻവയറമെന്റ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കാറുണ്ട്. അപ്പൊ ബേസിക്കലി എന്ന് എന്താന്ന് വെച്ചാല് എൻവയറമെന്റിനെ നമ്മൾ എത്രയൊക്കെ തരത്തില് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പോളിസി കൊണ്ടുവന്നാലും അതൊരു ആളുകൾക്ക് അത് സ്വന്തം ആവശ്യമായിട്ട് തോന്നണം. എൻലൈറ്റൻഡ് സെൽഫ് ഇൻട്രസ്റ്റ് ആയിട്ട് കൊണ്ടുവരണം. അതായത് എൻവയറമെന്റൽ സസ്റ്റൈനബിലിറ്റി എന്ന് പറയുന്നത് എക്കണോമിക് ഡെവലപ്മെന്റിന് അത്യാവശ്യമാണെന്നുള്ള കാര്യത്തിലേക്ക് എത്തണം. ഓക്കെ. റാഷണൽ ബിഹൈൻഡ് എൻവയറമെന്റൽ പ്രൊട്ടക്ഷൻ. അപ്പൊ എന്താണ്? നമുക്ക് ഇഫക്റ്റീവ് ഗവേണൻസ് മസ്റ്റ് പ്രൊട്ടക്ട് നാച്ചുറൽ റിസോഴ്സസ് എസെൻഷ്യൽ ഫോർ കറന്റ് ആൻഡ് ഫ്യൂച്ചർ ഡെവലപ്മെന്റ്. ഇപ്പോഴത്തെ കാര്യം മാത്രമല്ല, നാളേക്കുള്ള ഡെവലപ്മെന്റിനും വേണ്ടിയിട്ടുള്ള ഗവേണൻസ് വേണം. പിന്നെ എന്താണ്? ആളുകൾക്ക് ഒരു സ്വന്തം ആവശ്യമായിട്ട് തോന്നണം. എക്കണോമിക് സ്റ്റെബിലിറ്റിയുടെ ഒപ്പം തന്നെ എൻവയറമെന്റൽ പ്രൊട്ടക്ഷനും വേണം എന്നുള്ള കാര്യം. അങ്ങനെ നമ്മൾ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചിന്താഗതിയിലേക്ക് എത്തുകയാണ്. ഓക്കെ. അപ്പൊ സസ്റ്റൈനബിൾ ഇപ്പം ഈ പബ്ലിക് ഗുഡ്സ്, അതായത് ഇപ്പം ഒരു കമ്പനിക്ക് അവരുടെ ഒരു കെട്ടിടം ഉണ്ടാവാം, അല്ലെങ്കിൽ അവർക്ക് അവരുടേതായിട്ടുള്ള ക്യാപിറ്റൽ ഗുഡ്സ്, എന്താണ് ഇപ്പോ അവരുടെ സാധനം ഉണ്ടാക്കുന്ന ലൈക്ക് എന്താണ് അവരുടെ സാധനം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു മെഷീനറി, അതെല്ലാം അവരുടെയാണ്. പക്ഷെ അവിടെയുള്ള വായു, ജലം, അതൊക്കെ എന്താണ്? അതെല്ലാം പബ്ലിക് ഗുഡ്സ് ആണ് അല്ലെ? അതെല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണ്. അതൊന്നും അത് പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളത് എല്ലാവരുടെയും ആവശ്യമാണ്. സോ അവരുടെ പ്രൊഡക്ട്സ് ഉണ്ടാക്കാൻ വേണ്ടി പബ്ലിക് ഗുഡ്സ് ഒരുപാട് ഉപയോഗിച്ച് മലിനാക്കുക എന്ന് പറയുന്നത് നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. പിന്നെ മാർക്കറ്റ് ബേസ്ഡ് ആയിട്ടുള്ള മെക്കാനിസംസ് ഉണ്ട്. അപ്പം ഇപ്പൊ നേഷൻസ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാറുള്ളത് ഇങ്ങനെ ഈ പെഗോവിയൻ ടാക്സ് പോലത്തെ ടാക്സ് ഏർപ്പെടുത്തുക, അതുപോലെ തന്നെ എൻവയറമെന്റിനെ ദ്രോഹിക്കാത്തവർക്ക് എന്തെങ്കിലും ഇൻസെന്റീവ്സ് കൊടുക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ അതിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട്. നമുക്ക് കൂടുതലും ചെയ്യാൻ പറ്റുന്നത് എന്താ? കൂടുതലും ചെയ്യാൻ പറ്റുന്നത് ഇത് സെൽഫ് ഇൻട്രസ്റ്റ് ആണെന്നുള്ള രൂപത്തിൽ തന്നെ ഉയർത്തി കൊണ്ടുവന്ന് അതൊരു സ്വന്തം ആവശ്യങ്ങൾ പോലെ നടപ്പിലാക്കുമ്പോഴാണ്. അപ്പൊ അങ്ങനെ ഒരു ഉദ്ദേശമാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് കൊണ്ടുവരുന്നതിലൂടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ. അപ്പൊ നമ്മള് ഈ ബ്രട്ട്ലാൻഡ് കമ്മീഷന്റെ
ഒരു ഇത് നമ്മൾ പറഞ്ഞു എന്താണ് അവർ ഉദ്ദേശിക്കുന്നതെന്ന്. അപ്പൊ ബ്രട്ട്ലാൻഡ് കമ്മീഷന്റെ ഡെഫിനേഷൻ ആണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. ഇന്റഗ്രേഷണൽ ഇക്വിറ്റിയിലാണ് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അതായത് ഫ്യൂച്ചർ ജനറേഷന് വേണ്ടിയിട്ട് കൺസേർവ് ചെയ്യുക റിസോഴ്സുകളെല്ലാം. പിന്നെ ഇതിന് ട്രഡീഷണൽ ആയിട്ടുള്ള എൻവയറമെന്റൽ പോളിസീസിൽ നിന്നും ഒരു വ്യത്യാസം ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്റഗ്രേഷണൽ ക്വാളിറ്റി ആണ്. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഡിഫേഴ്സ് ബൈ പ്രയോറിറ്റൈസിങ് ഇന്റഗ്രേഷണൽ ക്വാളിറ്റി. അതായത് ട്രഡീഷണൽ പോളിസി എങ്ങനെ ഇറ്റ് എയിംസ് ടു ഇന്റേണലൈസ് ദ എക്സ്റ്റേണാലിറ്റീസ് ഓഫ് എൻവയറമെന്റ് ഡീഗ്രഡേഷൻ ബട്ട് ഗോസ് ബിയോണ്ട് ഇമ്മീഡിയറ്റ് കൺസേൺ. ട്രഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണ് എന്താ ചെയ്യുക, പെട്ടെന്നുള്ള കൺസേൺസ്. അതായത് ഇപ്പോ ഒരു 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 വ്യവസായശാല കുറെ മാലിന്യം പെട്ടെന്ന് പുറന്തള്ളി കുറെ ഒരു പുഴയത്തെ കുറെ മീനുകൾ ചത്തു. അപ്പോൾ അവർ പെട്ടെന്ന് തന്നെ ഡിസിഷൻ ഈ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള വ്യവസായശാലയ്ക്കെതിരെ നടപടി എടുത്തു. അതെന്താണ്, അത് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു ആക്ഷൻ ആയിരുന്നു അല്ലെ. പക്ഷെ നമ്മുടെ ഈ ബ്രട്ട്ലാൻഡ് കമ്മീഷന്റെ ഒരു വ്യൂ അനുസരിച്ച് എങ്ങനെയാണ്, നമ്മൾ അതിനൊന്നും കാത്തു നിൽക്കാതെ ആദ്യം മുതൽ തന്നെ നമ്മൾ ഇന്റേണലൈസ് ചെയ്യണം. എന്താണ് ഓരോ വ്യവസായശാലയും എങ്ങനെ വേണം പ്രവർത്തിക്കാൻ, ഒരു തരത്തിലും എൻവയറമെന്റൽ ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല, അങ്ങനെയുള്ള ഒരു എന്ത് കൊണ്ടുവരാം, പോളിസീസ് കൊണ്ടുവരാം. ഓക്കെ. ഡിസ്റ്റിങ്ഷൻ ഫ്രം ട്രഡീഷണൽ എൻവയറമെന്റ് പോളിസി എന്ന് പറയുന്നത് അതാണ്. മനസ്സിലായോ? പിന്നെ ഗോൾ ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. അപ്പം ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോളിസിയിൽ കൂടെ ഒരു നിയമത്തിലൂടെ നടപ്പിലാവുന്നതല്ല. ഒരു വലിയ ടൈം ഫ്രെയിം ഉണ്ടാക്കി അതിലൂടെ ഇംപ്ലിമെന്റ് ചെയ്ത് കൊണ്ടുവരാനേ സാധിക്കുള്ളൂ. ഒരു ലോങ് ടേം ഗോൾ ആയിരിക്കും. ദിസ് റിക്വയർസ് ദ ഇന്റഗ്രേഷൻ ഓഫ് എക്കണോമിക്, എൻവയറമെന്റൽ ആൻഡ് സോഷ്യൽ കൺസേൺ ഇൻ decision making process. Okay. Then സസ്റ്റൈനബിലിറ്റി ഓഫ് ക്യാപിറ്റൽ. ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ മെഷീനറി, നമ്മുടെ കെട്ടിടവും നമ്മുടെ കാശും മാത്രമല്ല, സോഷ്യൽ, നേച്ചുറൽ ആൻഡ് മാൻമെയ്ഡ്, അതായത് മാനുഫാക്ചേർഡ് ആയിട്ടുള്ള ക്യാപിറ്റലും ഉണ്ട്. അപ്പം വീക്ക് സസ്റ്റൈനബിലിറ്റി എന്ന് പറഞ്ഞാൽ മാൻമെയ്ഡ് ക്യാപിറ്റൽ ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ എ നാച്ചുറൽ ക്യാപിറ്റൽ. ഓൺലി അഗ്രിഗേറ്റ് ലെവൽ ക്യാപിറ്റൽ മീൻസ്, അതായത് ഇപ്പം നമ്മുടെ ഈ മാൻമെയ്ഡ് ക്യാപിറ്റൽ എപ്പോഴും നാച്ചുറൽ ക്യാപിറ്റലിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വീക്ക് സസ്റ്റൈനബിലിറ്റി ആണ്. സ്ട്രോങ് സസ്റ്റൈനബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാച്ചുറൽ റിസോഴ്സസ് ഹാവ് unique features that cannot be replaced by manufactured capital supported by ecologists and environmentalists. അപ്പൊ ഇതിന് നമുക്ക് പറയാൻ പറ്റിയ എക്സാമ്പിൾ എന്താ? ഇത് നമുക്ക് പറയാൻ പറ്റിയ എക്സാമ്പിൾ ഇപ്പൊ നമ്മളിപ്പോ സോളാർ എനർജി ഉപയോഗിക്കുന്നു. സോളാർ എനർജി ഉപയോഗിക്കുമ്പോൾ എങ്ങനെയാണ്, സോളാർ എനർജി എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ, സോളാർ എനർജിയിൽ വർക്ക് ചെയ്യുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നാച്ചുറൽ ക്യാപിറ്റലിലാണ് വർക്ക് ചെയ്യുന്നത് അല്ലെ. അത് ഇക്കോളജിസ്റ്റുകളൊക്കെ സജസ്റ്റ് ചെയ്യുന്ന കാര്യമാണ്. ഓക്കെ. അപ്പൊ പക്ഷെ നമ്മളിപ്പോ ന്യൂക്ലിയർ എനർജി എന്ന് പറഞ്ഞാൽ മാൻമെയ്ഡ് ആണെന്നല്ലേ, അതിന് വീക്ക് സസ്റ്റൈനബിലിറ്റി ആണ് ഉള്ളത്. ഓക്കെ. Key principles of sustainability. Integrational equity ensures that future generations need are met by considering long-term sustainability. അതാണ് ഇന്റഗ്രേഷണൽ ഇക്വിറ്റി എന്ന് പറയുന്നത്. അപ്പൊ കീ പ്രിൻസിപ്പിൾസ് ഓഫ് സസ്റ്റൈനബിലിറ്റിയിൽ ഒരു ഒന്നാമത് സംഭവമായിട്ട് തന്നെ നമുക്ക് പറയാൻ പറ്റിയ കാര്യമാണ് ഇന്റഗ്രേഷണൽ ഇക്വിറ്റി എന്ന് പറയുന്നത്. പിന്നെ പൊള്യൂട്ടർ പേസ് പ്രിൻസിപ്പിൾ, ഞാൻ നേരത്തെ പോർട്ടറാന്ന് വിചാരിച്ചു, സോറി തെറ്റിപ്പോയി. പൊള്യൂട്ടർ പേസ് പ്രിൻസിപ്പിൾ ഉണ്ട്. പൊള്യൂട്ടർ പേസ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണോ പൊല്യൂഷൻ ഉണ്ടാക്കുന്നത്, പൊള്യൂട്ടർ ഷുഡ് ബെയർ ദ കോസ്റ്റ് ഓഫ് പൊല്യൂഷൻ റാദർ ദാൻ ട്രാൻസ്ഫറിങ് ദം ടു അതേഴ്സ് ഓർ ദ എൻവയറമെന്റ്. Government policies should internalize these environmental costs to reduce externalities. അതായത് ഇപ്പൊ പിഗോവിയൻ ടാക്സ് ഏർപ്പെടുത്തി, അപ്പൊ അവരവരുടെ എന്താണ് പ്രൊഡക്റ്റിന്റെ വില കൂട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയാ, അൾട്ടിമേറ്റ്ലി അത് കസ്റ്റമർ ആണ് വഹിക്കുന്നത് അല്ലെ. അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാൻ പാടില്ല, പൊള്യൂട്ടർ തന്നെ പേ ചെയ്യണം എന്നുള്ളതാണ് പൊള്യൂട്ടർ പേസ് പ്രിൻസിപ്പിൾ. പ്രിക്വേഷണറി പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ if there are threats of serious damage, lack of full scientific certainty should not delay prevention action. Proponents of activity must prove it won't cause significant harm. അതായത് ഇപ്പോ ഏതൊരു വ്യവസായശാല ആയിക്കോട്ടെ എന്തും ആയിക്കോട്ടെ, അവര് ചെയ്യുന്ന ആക്ടിവിറ്റി ഒരു തരത്തിലും സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു തരത്തിലുള്ള ഹാമും ഉണ്ടാക്കില്ല എന്നുള്ള കാര്യം ആദ്യം തന്നെ പ്രൂവ് ചെയ്യണം. എന്നിട്ട് മാത്രമേ തുടങ്ങാൻ പാടുള്ളൂ. അതായത് കൂടുതലും പ്രിവെന്റീവ് ആയിട്ടുള്ള ആക്ഷൻ ആണ് വേണ്ടത്, എന്തെങ്കിലും സംഭവിച്ചിട്ട് ഉണ്ടാക്കുക എന്നുള്ളത് അല്ല. ഓക്കെ.
common but differentiated responsibilities, recognizes that all nations share responsibility for sustainable development, but developed and developing nations have different contributions to environmental degradation. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പൊ അമേരിക്ക പോലത്തെ അല്ലെങ്കിൽ ഇംഗ്ലണ്ട് പോലത്തെ കൺട്രീസ്, അവിടെയൊക്കെ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ഒക്കെ നടന്ന് കുറേ കാലമായിട്ട് അവർ നേച്ചറിനെ ഒരുപാട് ഉപദ്രവിച്ച് ഒരുപാട് ഗ്യാസസ് പുറന്തള്ളി അവരുടെ കയ്യിൽ നിന്ന് സംഭവിച്ചിട്ടുള്ള പ്രശ്നങ്ങളാണ് കൂടുതലുള്ളത്. ഇന്ത്യ പോലത്തെ ഡെവലപ്പിംഗ് നേഷൻസ് ഒന്നും അത്രമാത്രം പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഓക്കെ, ഇനി ഇന്ത്യയിൽ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ ഇവരുടെ കമ്പനീസ് ഇവിടെ വന്നിട്ട് നേച്ചറിന് കൂടുതൽ ദോഷം ഉണ്ടാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോ അതായത് ഇപ്പൊ ഈ സസ്റ്റൈനബിലിറ്റിക്ക് വേണ്ടിയിട്ട് ഇന്ത്യ പോലത്തെ നേഷൻസ് കൂടുതൽ അവരെ പോലെ തന്നെ പ്രഷർ എടുക്കണം എന്ന് പറഞ്ഞാൽ ശരിയാണോ? അല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് കോമൺ ആയിട്ടുള്ള ഗോൾ ആണ്, പക്ഷെ ഡിഫറെന്റ് ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസ് ആണ്. ഓക്കെ, അങ്ങനെ പറയുന്ന ഒരു പ്രിൻസിപ്പിൾ ആണ് കോമൺ ബട്ട് ഡിഫറൻഷിയേറ്റഡ് റെസ്പോൺസിബിലിറ്റീസ്. ഇനി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ടുള്ള 2030 അജണ്ട ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന സംഭവം നോക്കാം. അപ്പം നമ്മളുടെ ഈ UN ആണ് ഈ ഒരു 17 ഡെവലപ്മെന്റ് ഗോൾസ് വരുന്നത്. അതായത് 2030 ആവുമ്പോഴേക്കും കുറെ കാര്യങ്ങൾ അഡ്രസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യണം, സസ്റ്റൈനബിലിറ്റി അച്ചീവ് ചെയ്യാൻ സാധിക്കണം എന്നുള്ളത്. ഓക്കെ, അപ്പൊ അതിന് മുമ്പായിട്ട് അജണ്ട 21 വരുന്നുണ്ട്. ഓക്കെ, അജണ്ട 21 വരുന്നുണ്ട്. അതിനുശേഷമാണ് അജണ്ട 30 വരുന്നത്. അതായത് 2015 ഗ്ലോബൽ പീസ് ആൻഡ് പ്രോസ്പെറിറ്റിക്ക് വേണ്ടിയിട്ട് ഒരു സംഭവം നടക്കുകയാണ്. അപ്പോൾ ഈ ഒരു അജണ്ട എന്ന് പറഞ്ഞാൽ ഒരു 17 ഗോൾ ഉണ്ട്. അതിൽ എല്ലാത്തിനെയും അഡ്രസ് ചെയ്യുന്നുണ്ട്. പോവർട്ടി, ഇൻഇക്വാലിറ്റി, ഹെൽത്ത്, എഡ്യൂക്കേഷൻ, അങ്ങനത്തെ എക്കണോമിക് ഗ്രോത്ത്, ക്ലൈമറ്റ് ചേഞ്ച്, എൻവയറമെന്റ് പ്രിസർവേഷൻ, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും അഡ്രസ് ചെയ്യുന്നുണ്ട്. അജണ്ട 21 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയോ ഡി ജനീറോയിൽ നടന്നിട്ടുള്ള എർത്ത് സമ്മിറ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. അതില് ഒരു 21 ഗോൾസ് വെച്ചിട്ട് ഒരു സംഭവം നടന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ ഒരു നെക്സ്റ്റ് ഇതായിട്ടാണ് നമ്മൾ അജണ്ട 30 എടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ 1992 ശേഷം വന്നതാണ് അജണ്ട 30 എന്നുള്ള കാര്യം ഓർക്കുക. 92 എന്തായിരുന്നു? അജണ്ട 21 ആയിരുന്നു. മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾസ് ആണ് അതിന് ശേഷം വന്നിട്ടുള്ളത്. എയിംഡ് ടു റെഡ്യൂസ് എക്സ്ട്രീം പോവർട്ടി. ഓക്കെ, മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾസ് 2000, അതായത് 21ാം നൂറ്റാണ്ടില് ഉള്ള കുറച്ച് ഗോൾസ് ആണ് എടുത്തത്. ഓക്കെ, മനസ്സിലായല്ലോ. പിന്നെ 2002 ജോഹന്നാസ്ബർഗ് ഡിക്ലറേഷൻ നടന്നിട്ടുണ്ട്. ഇതൊക്കെ പഠിക്കുക കേട്ടോ, കാരണം ഇതെല്ലാം നമുക്ക് ക്വസ്റ്റ്യൻസ് വരാനായിട്ട് എളുപ്പമായിട്ട് ചോദിക്കുക, ഒരു വൺ വേർഡ് പോലും ചോദിക്കാൻ പറ്റിയ കാര്യങ്ങളാണ്. എംഫസൈസ്ഡ് മൾട്ടിലാറ്ററൽ പാർട്ണർഷിപ്പ് ആൻഡ് ബിൽഡ് ഓൺ അജണ്ട 21 ആൻഡ് മില്ലേനിയം ഡിക്ലറേഷൻ. ഈ ജോഹന്നാസ്ബർഗ് ഡിക്ലറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അജണ്ട 21നെയും മില്ലേനിയം ഡിക്ലറേഷനെയും കൂടി ചേർത്തിട്ടുള്ള സംഭവമാണ്. ഓക്കെ, ഇനി എന്താണ്, മറ്റൊരു കോൺഫറൻസ് റിയോ ഡി ജനീറോയിൽ നടക്കുകയാണ്. അപ്പോൾ അത് എന്താണ്, ഒരു SDG വരുന്നതിന്റെ തൊട്ട് മുമ്പുള്ള ഒരു സംഭവം പോലെ ആയിട്ടാണ് അത് നടന്നത് കേട്ടോ. അഡോപ്ഷൻ ഓഫ് SDG. UN ജനറൽ അസംബ്ലി ഇനീഷ്യേറ്റഡ് ദ പ്രോസസ് ഇൻ 2013 ത്രൂ ആൻ ഓപ്പൺ വർക്കിംഗ് ഗ്രൂപ്പ്. ദ 2030 അജണ്ട ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് വിത്ത് 17 SDG. SDG എന്ന് പറഞ്ഞാൽ എന്താണ്? സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് വാസ് ഫോർമലി അഡോപ്റ്റഡ് ഇൻ September 2015 at the UN സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് സമ്മിറ്റ്. അപ്പൊ 2015 UN സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് സമ്മിറ്റിലാണ് ഇത് സംഭവിച്ചിട്ടുള്ളത്. അപ്പോ അതൊരു വലിയൊരു സംഭവമായിരുന്നു കേട്ടോ. സെൻഡായ് ഫ്രെയിംവർക്ക് ഫോർ ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ മാർച്ച് 2015 ഉണ്ടാവുന്നു. അപ്പൊ അതിൽ കുറെ അഗ്രിമെന്റ്സ് ഉണ്ട്. പിന്നെ അഡീസ് അബ ആക്ഷൻ അജണ്ട ഫോർ ഓൺ ഫൈനാൻസിങ് ഫോർ ഡെവലപ്മെന്റ്, അത് ജൂലൈ 2015 ഉണ്ടാവുന്നു. പാരീസ് അഗ്രിമെന്റ് ഓൺ ക്ലൈമറ്റ് ചേഞ്ച്, അത് ഡിസംബർ 2015 ഉണ്ടാവുന്നു. ഓക്കെ, അപ്പൊ ഇതൊക്കെ 2015 നടന്നിട്ടുള്ള അഗ്രിമെന്റ്സ് ആണ്. ഏതൊക്കെ? സെൻഡായ് ഫ്രെയിംവർക്ക് ഫോർ ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ മാർച്ച് 2015, അഡീസ് അബാബ ആക്ഷൻ അജണ്ട ഓൺ ഫൈനാൻസിങ് ഫോർ ഡെവലപ്മെന്റ്, അത് ജൂലൈ 2015, പാരീസ് അഗ്രിമെന്റ് ഓൺ ക്ലൈമറ്റ് ചേഞ്ച്, അത് ഡിസംബർ 2015. SDGs implementation. The Division for Sustainable Development Goals in the UN Department of Economic Social Affairs, UNDESA, supports the SDG addressing issues like water, energy, climate, oceans, urbanization and technologies. Okay, അപ്പം
the division for sustainable development goals in UN department UN ഡിപ്പാർട്ട്മെന്റിൽ ആ ഒരു ഡിവിഷൻ ഉണ്ടല്ലോ അവര് ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്കണോമിക് ആൻഡ് സോഷ്യൽ അഫയേഴ്സ് SDGsനെ സപ്പോർട്ട് ചെയ്യുന്നു. അപ്പൊ അതിൽ എല്ലാ തരത്തിലുള്ള ഇഷ്യൂസിനെ വാട്ടർ, എനർജി, ക്ലൈമറ്റ്, ഓഷ്യൻസ്, അർബനൈസേഷൻ, ടെക്നോളജിനൊക്കെ അഡ്രസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിങ്ങനെ നടപ്പിലാക്കണം എന്ന് പറഞ്ഞാൽ പോരല്ലോ, അത് നടപ്പിലാക്കാൻ വേണ്ടി എന്ത് വേണം? കപ്പാസിറ്റി ബിൽഡിംഗ് വേണം, പിന്നെ നടപ്പിലാക്കാൻ ഇവാലുവേഷൻ വേണം, advocacy for SDGs. High-level political forums serves as the central platform for reviewing SDG program. അപ്പൊ ഇത് ഒന്ന് ആലോചിച്ച് നോക്കിയേ, ലോകത്ത് മുഴുവനായിട്ട് വലിയ തരത്തിലുള്ള ഏറ്റവും എന്താണ് പവർഫുൾ ആയിട്ടുള്ള നേഷൻസ് മുതൽ ഏറ്റവും കൊച്ചു നേഷൻസ് വരെ ഉൾപ്പെടുന്ന ഒരു സംഭവമാണ്. അപ്പൊ അതിന് ഹൈ ലെവൽ പവർഫുൾ ആയിട്ടുള്ള പൊളിറ്റിക്കൽ ഫോറംസ് ആണ് ഇതിന്റെയൊക്കെ കാര്യങ്ങൾ റിവ്യൂ ചെയ്യുന്നത്. ബ്രോഡ് ഓണർഷിപ്പ് ആൻഡ് engagement. Achieving 2030 agenda requires strong commitment of all stakeholders. ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാ ആൾക്കാരുടെയും strong commitment വേണം. അപ്പോൾ എന്താണ് ഇപ്പൊ ഡിവിഷൻ DSDG എന്ന് പറയുന്നതാണ് UN ഡിവിഷൻ ആണ് കേട്ടോ, DSDG ഡിവിഷൻ ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് ഫെസിലിറ്റേറ്റിംഗ് ഗ്ലോബൽ എൻഗേജ്മെന്റ് ആണ് ഓണർഷിപ്പ് ഓഫ് ദി SDGs. ഓക്കെ, അപ്പൊ നമുക്ക് 17 ഗോൾസ് എന്താ നോക്കാം. ഇത് 17 എണ്ണവും നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കണം. അപ്പൊ എന്താ ചെയ്യേണ്ടത്? ഇത് എഴുതിയിട്ട് ചുമരുമെങ്ങാനും ഒട്ടിച്ചു വെക്കുക, ദിവസവും വായിക്കുക, എന്നിട്ട് മനസ്സിലായി എന്നാവുമ്പോൾ അത് കീറിക്കളഞ്ഞാൽ മതി. SDG 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോ പോവർട്ടി. SDG 2 എന്ന് പറയുന്നത് സീറോ ഹങ്കർ. SDG 3 എന്ന് പറയുന്നത് എന്താണ്? ഗുഡ് ഹെൽത്ത് ആൻഡ് വെൽബീയിങ്. SDG 4 എന്താണ്? ക്വാളിറ്റി എഡ്യൂക്കേഷൻ. SDG 5 എന്ന് പറയുന്നത് ജെൻഡർ ഇക്വാലിറ്റി. SDG 6 എന്ന് പറയുന്നത് ക്ലീൻ വാട്ടർ ആൻഡ് സാനിറ്റേഷൻ. SDG 7 എന്താ? അഫോർഡബിൾ ആൻഡ് ക്ലീൻ എനർജി. SDG 8 എന്ന് പറയുന്നത് ഡീസന്റ് വർക്ക് ആൻഡ് എക്കണോമിക് ഗ്രോത്ത്. SDG 9 എന്ന് പറഞ്ഞാൽ ഇൻഡസ്ട്രി, ഇന്നോവേഷൻ ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ. SDG 10 reduced inequalities. SDG 11 എന്താ? സസ്റ്റൈനബിൾ സിറ്റീസ് ആൻഡ് കമ്മ്യൂണിറ്റീസ്. SDG 12 ആണ് റെസ്പോൺസിബിൾ കൺസപ്ഷൻ ആൻഡ് പ്രൊഡക്ഷൻ. SDG 13 ക്ലൈമറ്റ് ആക്ഷൻ. SDG 14 ലൈഫ് ബിലോ വാട്ടർ. എന്താണ്? വാട്ടർ ഒരുപാട് പൊള്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അക്വാട്ടിക് ലൈഫിനെ അഫക്ട് ചെയ്യും അല്ലേ. SDG 15 ലൈഫ് ഓൺ ലാൻഡ്. SDG 16 peace, justice and strong institutions. SDG 17 എന്താണ്? പാർട്ട്ണർഷിപ്പ് ഫോർ ദി ഗോൾസ്. ഓക്കെ, അപ്പം ഇത് ഓരോന്നും വായിക്കുമ്പോൾ ഇത് എന്താ സംഭവം നിങ്ങൾക്ക് അറിയാലോ, അതാണ് ഇതിന്റെ ഒന്ന് എക്സ്പ്ലനേഷൻ ഞാൻ എഴുതാണ്ടിരുന്നത്. നോ പോവർട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? ദാരിദ്ര്യത്തിനെ റിമൂവ് ചെയ്യുക. സീറോ ഹങ്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശപ്പിനെ റിമൂവ് ചെയ്യാം. വിശപ്പിനെ റിമൂവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ രാവിലെ ഉച്ചയ്ക്ക് വരുന്ന വിശപ്പല്ല, പട്ടിണി കിടക്കുന്ന ജനതയുടെ കാര്യമാണ്. ഗുഡ് ഹെൽത്ത് ആൻഡ് വെൽബീയിങ്, ക്വാളിറ്റി എഡ്യൂക്കേഷൻ, ജെൻഡർ ഇക്വാലിറ്റി, clean water and sanitation, affordable and clean energy, decent work and economic growth, industry, innovation and infrastructure, reduced inequalities, sustainable cities and communities, responsible consumption and production, climate action, life below water, life on land, peace, justice and strong institutions, partnership for goals. Okay. ചലഞ്ചസ് ഇൻ അച്ചീവിങ് SDGs. എന്താണ് ചലഞ്ചസ്? നമ്മൾ ഇത് കൊണ്ടുവന്നതിന് ശേഷം വന്നിട്ടുള്ള ഏറ്റവും വലിയൊരു ചലഞ്ച് ആയിരുന്നു എന്ത്? COVID-19 പാൻഡമിക് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ടാവും. നമുക്ക് തന്നെ അറിയാലേ, എത്ര നമ്മുടെ ചൂടൊക്കെ കൂടി അല്ലേ. ഇനീക്വാലിറ്റീസ്, ബയോഡൈവേഴ്സിറ്റി ലോസ്, അങ്ങനത്തെ പല പ്രശ്നങ്ങളും ഉണ്ടാവുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ പല രാജ്യങ്ങളും വളരെ എന്താ പറയാ, അവര് വളരെ പോവർട്ടിയിലാണ്. അപ്പോ ഏഷ്യയിലൊക്കെ പല സ്ഥലത്തും ഈ ഒരു സസ്റ്റൈനബിൾ ഗോളിൽ നിന്ന് പിന്നോട്ട് പോയിട്ടുണ്ട്. പൊളിറ്റിക്കൽ ഇമ്പാക്ട്. The SDG have mainly influenced global and national debates but have struggled to achieve transformative changes in political or institutional structures. കുറേ ഡിബേറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ there has been uneven prioritization goal, often favoring socio-economic objectives over environmental concern. Okay, അപ്പം പലപ്പോഴും എന്താണ്, ഈ ഗോൾസിൽ എല്ലാ തരത്തിൽ സോഷ്യോ എക്കണോമിക് ഒബ്ജക്റ്റീവ്സും ഉണ്ട്, എൻവയറമെന്റൽ കൺസേൺസും ഉണ്ട്. അപ്പോൾ പലപ്പോഴും എന്താണ്, സോഷ്യോ എക്കണോമിക് ഒബ്ജക്റ്റീവ്സിനാണ് കൂടുതൽ എല്ലാവരും ഫേവർ ചെയ്യാറ് എൻവയറമെന്റൽ കൺസേൺസിനേക്കാളും. ഓക്കെ, ഫണ്ടിങ് ഫോർ SDGs.
Achieving the SDG requires significant financial resources. ഇതിനൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് റിസോഴ്സസ് വേണം. അത്രയും റിസോഴ്സുകളൊന്നും എല്ലാവരുടെ കയ്യിലും ഉണ്ടോ? ഇല്ല. പിന്നെ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ്റെന്നും UN കയ്യിൽ നിന്നും ഉള്ളതിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട്. പക്ഷെ കുറെ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. സസ്റ്റൈനബിൾ ഫൈനാൻസിങ് ഈസ് ദ key to realizing SDGs, and some countries have demonstrated progress through uh, uh, concern, concerted action. Okay. Then structure of SDG targets and indicators. Each SDGs has 8 to 12 ടാർഗറ്റ്. ഓരോ എസ് ഡി ജിക്കും 8 മുതൽ 12 വരെ ടാർഗറ്റ് ഉണ്ട്. അപ്പൊ അതെങ്ങനെയാ മെഷർ ചെയ്യുക? 1 മുതൽ 4 ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. ഓക്കെ. ഔട്ട്കം ടാർഗറ്റ്സ് ഫോക്കസ് ഓൺ conditions to be achieved, while means of implementation targets address how the SDGs are to be met. Okay. അപ്പൊ ഔട്ട്കം ടാർഗറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ് അത് കണ്ടീഷൻ എങ്ങനെയൊക്കെ അച്ചീവ് ചെയ്യാന്നുള്ള കാര്യം നോക്കുന്നത്. പക്ഷെ ഇംപ്ലിമെന്റേഷൻ എങ്ങനെയാണ് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യമാണ്. എക്സാമ്പിൾ SDG 6 has 6 outcome targets, means targets and 2 means of implementation targets. Okay. അപ്പൊ അതായത് SDG 6-ന് 6 ഔട്ട്കം ടാർഗറ്റ്സും ഉണ്ട് ആൻഡ് 2 മീൻസ് ഓഫ് ഇംപ്ലിമെന്റേഷൻ ടാർഗറ്റ്സും ഉണ്ട്. അപ്പോ ലേബൽ ചെയ്യുന്നത് 6Aയും 6Bയും ആയിട്ട് ലേബൽ ചെയ്യും. In 2020 there are 231 unique indicators for tracking SDG progress with the continuous updates and റീഫൈൻമെന്റ്സ്. അപ്പോൾ 2020 ആകുമ്പോഴേക്കും 231 യുണീക്ക് ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ടായിരുന്നു ഇത് ടാർഗറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഡാറ്റ കളക്ഷൻ മസ്റ്റ് അഡ്രസ് വൾണറബിൾ ഗ്രൂപ്പ്സ്. അപ്പോൾ വൾണറബിൾ ഗ്രൂപ്പ്സിനെ എൻ്റെ അടുത്ത് നിന്നും ഡാറ്റ കളക്ട് ചെയ്യണം. അതായത് ചിൽഡ്രൻ, എൽഡർലി, റെഫ്യൂജീസ്, മൈഗ്രൻസ് അങ്ങനെയുള്ളവരുന്ന്. ഇനി ഗ്ലോബൽ ഇൻഡിക്കേറ്റർ ഫ്രെയിംവർക്ക് ഇങ്ങനെയെന്ന് നോക്കാം. ദ യുണൈറ്റഡ് നേഷൻസ് സ്റ്റാറ്റിസ്റ്റിക്സ് ഡിവിഷൻ UNSD maintains an official list of indicators ensuring data address, methodological development, and data availability. Some initial indicators lack the standardized methodology but have been refined or replaced the global framework. Okay. അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇതിൽ പഠിച്ചാൽ മതി. ഇത് ഫസ്റ്റത്തെ പോയിന്റ് ആണ്. ഇതിന് ഈ 17 പോയിന്റ് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് പഠിക്കുക. അതുപോലെ തന്നെ ഇതിന്റെ ഈ ഹിസ്റ്ററി ഉണ്ടല്ലോ, അതായത് നമ്മളുടെ ബ്രട്ട്ലാൻഡ് കമ്മീഷൻ, അത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, പിന്നെ ഈ ഒരു അജണ്ട 21 മുതൽ മിലേനിയം ഡെവലപ്മെന്റ് ഗോൾസ്, ജൊഹന്നാസ് ഡിക്ലറേഷൻ, റിയോ കോൺഫറൻസ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം തന്നെ പഠിക്കുക. ഓക്കെ. ഈ 17 ഗോൾസും എന്തായാലും പഠിച്ചു വെച്ചേക്കുക. ഓക്കെ. അപ്പോൾ പഠനമൊക്കെ നന്നായി നടക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ക്ലാസ്സിന് വേണ്ടി കാത്തിരുന്നിട്ട് സമയം കളയരുത്. ക്ലാസ് ഞാൻ തരും, പക്ഷെ അത് നോക്കിയിരുന്ന് പഠിക്കാതിരിക്കരുത്. നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള വർക്ക് ഉണ്ടാവണം. മാക്സിമം നോട്ടുകളെല്ലാം തന്നെ ഞാൻ ഡിഗ്രി ലെവൽ ലൈബ്രറിയിൽ ഇട്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എന്താ പറയാ, ആദ്യമായിട്ട് ക്ലാസ് കാണുന്ന ആളാണെന്നുണ്ടെങ്കിൽ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. എന്നിട്ട് അവിടെ ഡൗട്ടുകളൊക്കെ തീർക്കുക. നോട്ടുകളും കാര്യങ്ങളൊക്കെ ഓൾറെഡി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.